കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം വീണ്ടും ദൈവത്തിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ ഏവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ स्नेहवंदन ചെയ്യുന്നു. प्रेज़ लॉर्ड। आज अपना महेश भाई भी आज हमारा साथ में है, इसलिए मैं परमेश्वर की बात को महिमा देता हूँ। प्रेज़ लॉर्ड। हम लोग ये वचन का इस भजन संगीता का वचन में हम जाएंगे। നമുക്ക് വായിക്കാം ഒന്നാം വാക്യം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണം. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അല്ലേ? പ്രൈസ് ലോർഡ്. സ്വന്തം. അപ്പോ ഇവിടെ സംഗീതത്തിനാണ് പറയാം. ഈ മുഴുവൻ സംഗീതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, മരിച്ച ദൈവമല്ല, വിഗ്രഹമല്ല. വിഗ്രഹത്തെ പോലെ അല്ല, മൂക്കിരുന്ന് ശ്വാസിക്കാതെ, കണ്ണിരുന്നും കാണാതെ, ചെവിയിരുന്നും കേൾക്കാത്ത ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഇപ്പോഴും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിന് മക്കളായി നമ്മളായിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ്, ഈ പകർക്കാണ് ഈ സംഗീതത്തിലൂടെ കേട്ടതുപോലെ സ്വതന്ത്രം നല്ല സംഗീതമാണ് ഇങ്ങനെയാണ് പറയുന്നത്. എന്തുവാണ്? നിങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. മഹത്വം ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവത്തിനാണ് മഹത്വം. പ്രൈസ് ലോർഡ്. ഇവിടെയാണ് പ്രശ്നം, ഇല്ലേ? നമ്മളെല്ലാം പറയും മഹത്വം ദൈവത്തിന്, എല്ലാ മഹത്വം ദൈവത്തിനാണ് പറയും. എന്റെ ആ മനസ്സിനകത്ത് എന്തുകൊണ്ട് ചെറുതായിട്ട് നമ്മളും ആ മഹത്വം എടുക്കും. പ്രൈസ് ലോർഡ്, ഇല്ലേ? ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും വചനം സംസാരിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ചിലർക്ക് വിടുതൽ കിട്ടി, അപ്പൊ ആരെങ്കിലും ഒന്ന് പറയുന്നെങ്കിലേ പ്രൈസ് ലോർഡ്, ആ വചനം എനിക്ക് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു, ഈ സംഗീതം ബ്ലെസ്സിങ് ആയിരുന്നു, അല്ലെങ്കിൽ ദേവദാസൻ സഹോദരാണി പ്രാർത്ഥിച്ചു എനിക്ക് വിടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ പ്രൈസ് ലോർഡ് ചുമ്മാ പറയും, ഓ എല്ലാം ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന് മഹത്വമാണ് പറയും. പക്ഷെ മനസ്സിനകത്ത് ചെറുതായിട്ട് ഫുള്ള് എടുക്കത്തില്ല. എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ട് എടുക്കും. ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ വചനം പ്രസംഗിച്ചു, അത് നല്ല ബ്ലെസ്സിങ് ആയി, എന്തുകൊണ്ട് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? മനസ്സിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഹത്വം എടുക്കുന്ന ആ ഒരു സ്വതന്ത്രം ഹല്ലേലൂയ എന്ത് ചെയ്യണം? ആ ഒരു അനുഭവം ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി എടുത്ത് കളഞ്ഞേക്കണം. നമ്മൾ മനസ്സിലായിരിക്കുമ്പോൾ വരും, മനസ്സിലായിരിക്കുമ്പോൾ എന്ത് വരും? ഇങ്ങനെ ആ ക്രെഡിറ്റ് ഇല്ല, ദൈവത്തിന്റെ ആ ഗ്ലോറി എന്തെയും നമ്മൾ കുറച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനകത്ത് പിശാചിന്റെ ചിന്ത ഇടുമ്പോൾ അപ്പോൾ തന്നെ പ്രൈസ് എന്ത് ചെയ്യും? യേശു ക്രിസ്തു നാമത്തില് അത് സാഹസിച്ച് ദൈവമേ പ്രൈസ് എന്നെ ദയവായി ക്ഷമിക്കണമേ. ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു തോന്നലാണ് വന്നുപോയി, കർത്താവേ ഇത് എന്റെ കഴിവ് കൊണ്ടാണ്, ഇല്ല എന്റെ മിടുക്ക് കൊണ്ടാണ്, ഇല്ല എന്റെ വചന ജ്ഞാനം കൊണ്ടാണ്, എന്നൊക്കെ പ്രസംഗിക്കാനുള്ള കഴിവ് കൊണ്ടാണ്. എന്ത് ചെയ്തു? ഞാൻ പ്രസംഗിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥനയെ ദൈവം കേട്ടു എന്ന് പറഞ്ഞ് എന്റെ മനസ്സിനകത്ത് ചെറുതായിട്ട് എന്ത് ചെയ്തു? അങ്ങയുടെ ഗ്ലോറിയെ, അങ്ങയുടെ മഹത്വത്തിന് എന്ത് ചെയ്തു? ഞാൻ എടുത്തു. കർത്താവ് ദയവായി എന്നെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ആ സെക്കൻഡ് നേരമാണ് എന്ത് ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ? ഞാൻ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുകയാണ്, ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ തോന്നുമ്പോൾ അത് എന്ത് ചെയ്യരുത്? ഇഗ്നോർ ചെയ്യരുത്. മനസ്സിനകത്ത് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യരുത്? അത് ഇഗ്നോർ ചെയ്യരുത്. അത് സ്വന്തം അത് ഇതൊക്കെ നോർമലാണ് എന്ത് ചെയ്ത് ഒരിക്കലും വിചാരിക്കരുത്. അത് ദൈവത്തിന് മഹത്വത്തെ ടച്ച് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണത്. അതുകൊണ്ടാണ് സംഗീതത്തിൽ പറയുന്നത്, ഞങ്ങൾക്കല്ല യഹോവ, ഞങ്ങൾക്കല്ല, നിന്റെ ദയ വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം ഉണ്ടായി, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് പറഞ്ഞതുപോലെ പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങൾ എന്തെങ്കിലും സ്വന്തം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും എന്തെങ്കിലും സ്വന്തം എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നവരായി തീരണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാം വാക്യം കൂടെ വായിച്ചേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? പ്രൈസ് ലോർഡ്. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്ന് വെച്ചാൽ
നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധിയിൽ നടത്തി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ ജാതികള് നമ്മെ കണ്ട് പറയും. നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പുറകെ പറയും, ഓ ഭയങ്കര വിശ്വാസിയാണ്, ഭയങ്കര കൈകൊട്ടി ഭയങ്കര ബഹളം വെച്ച് ആരാധിക്കുന്ന ഗ്രൂപ്പാണ്, കണ്ടോ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സംഗീതക്കാരൻ പറയുന്നതാണ്, അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത്. യേശു കർത്താവ് എന്താ നമ്മോട് പറഞ്ഞത്? അല്ലെ, യോഹന്നാനിലെ പറഞ്ഞു. എന്താ പറഞ്ഞത്? യോഹന്നാൻ 6 സോറി യോഹന്നാൻ 14:33. യോഹന്നാൻ 14:33. നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ആ. നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവിൻ. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞിട്ട് പോയതാ. അപ്പൊ കഷ്ടം വരുന്നത് കൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങള് പേടിക്കരുത്. ഇല്ലേ, നമ്മൾക്ക് എന്തുണ്ട്? കഷ്ടം ഉണ്ട്. യേശു കർത്താവ് പറഞ്ഞതാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് എന്തുണ്ട്? കഷ്ടം വരും. ചില പ്രയാസങ്ങൾ കടന്നു വരും. ചില പ്രയാസങ്ങൾ കടന്നു വരും. ചില പ്രതിസന്ധികൾ കടന്നു വരും. എന്നാൽ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുവിൻ, പേടിച്ചു പോകരുത്. ഇല്ലേ, അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. അതുകൊണ്ട് നേരത്തെ യേശു കർത്താവ് എന്ത് ചെയ്തിരിക്കുക? അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് പോയിരിക്കുക. കഷ്ടം വരുമ്പോൾ, ഇല്ല ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആണിയടിക്കുമ്പോൾ, ഇല്ല ജോലി മേഖലയിലോ, ഇല്ല സ്വന്തം ബിസിനസ് മണ്ഡലങ്ങളിലോ, ഇല്ല ശാരീരപ്രകാരമായിട്ടോ, ഇല്ല മാനസികമായിട്ടോ ചില ഇതുപോലെ പ്രയാസങ്ങൾ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യരുത്? പേടിച്ച് പോകരുത്, ധൈര്യപ്പെടുവിൻ. ധൈര്യപ്പെടുവിൻ എന്ന് വെച്ചാൽ എന്റെ കർത്താവ് ആരാണ്? ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ ആ കർത്താവാണ് എന്റെ നായകൻ, അല്ലേ, എന്റെ റോൾ മോഡൽ, എന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു എനക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭയപ്പെടുകയില്ല. എന്ത് ചെയ്യണം? ആ കർത്താവിൽ ധൈര്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്പോൺസറല്ല ധൈര്യപ്പെടേണ്ടത്, ഇല്ലേ സാർ? എന്റെ മുതിരിലല്ല ധൈര്യപ്പെടേണ്ടത്, ആരും ധൈര്യപ്പെടണം, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിൽ ധൈര്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ധൈര്യം. എന്റെ കർത്താവ് എനക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ പേടിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭ്രമിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. എന്താണ് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്? എന്ത് ചെയ്യും? ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭയം കയറി വരും. ഈ പത്രോസിന് തന്നെ വന്നതല്ലേ, ഇല്ലേ? ആ ഭാഗം വായിച്ചേ. മാർക്ക് 4-ാം അധ്യായം. മാർക്കോസ് 4-ാം അധ്യായം 37-40 വായിച്ചേ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. ചില തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങിമാറായി. അവൻ അമരത്ത് തല വെച്ച് ഉറങ്ങിയായിരുന്നു. അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മളിവിടെ വായിക്കുന്നത് കേട്ടപ്പോൾ ഇവിടെ യേശു അതാണ് അവരുടെ ഇത് കണ്ടിട്ട്, ഈ ഭയപ്പെടുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു. സ്വന്തം. അപ്പോ ഈ ദിവസങ്ങളില് പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിച്ച് കേട്ടപ്പോൾ ഇതുപോലെ ഒരു ഭയങ്കര ചുഴൽക്കാട്ടിന് നടുവിൽ ഇരിക്കുക, അല്ലേ? എന്നാൽ ആര് കൂടെ ഉണ്ടായിരുന്നു? യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? പിന്നെയും എന്ത് ചെയ്യുക? ഇവര് ഭയപ്പെടുക. നമ്മുടെ എക്സാക്ട് സെയിം സിറ്റുവേഷനാ, അല്ലേ? നമ്മുടെ എക്സാക്ട് സെയിം സിറ്റുവേഷനാ. പിന്നെയും അവർക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു, അല്ലെ? യേശു കർത്താവിനെ കുറിച്ച് അവർ പൂർണ്ണമായി ഒരു വെളിപ്പാട് പ്രാപിച്ചില്ലായിരുന്നു. അവർക്ക് പ്രാപിച്ചില്ലായിരുന്നു. യേശു കർത്താവ് കൂടെ ഇരിക്കുക, അങ്ങനെ യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്വന്തം ഇങ്ങനെ യേശു കർത്താവിനോട് ജീവിച്ചു കൊണ്ടിരിക്കാനല്ലാതെ യേശു കർത്താവിനെ കുറിച്ച് ഇത് ദൈവത്തിന്റെ പുത്രനാണ് ഇവൻ സ്വന്തം ഹല്ലേലൂയ എന്ത് ഇരിക്കുക, നമ്മുടെ പാപങ്ങളെ നമ്മെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നതാനുള്ള ആ വെളിപ്പാട് ആ സമയം അവർക്ക് ഇല്ലാതെ. എന്നാ നമുക്കുണ്ടോ? നമുക്കുണ്ടല്ലേ?
Praise the Lord. യേശു കർത്താവ് സർവശക്തനായ ദൈവമാണ്, ദൈവത്തിന് ഏക പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുക, ഈ ലോകത്തിൽ കടന്നു വന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, തന്റെ ജീവൻ നൽകി തന്ന ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവനാൽ കൂടാത്ത കാര്യം, അവനെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നുമില്ല, ഒന്നും ഇല്ലല്ലോ. ഇത്രയും വചനം നമ്മൾ അറിഞ്ഞിട്ടും പിന്നെയും എന്ത് ചെയ്യും, നമ്മള് ഭയപ്പെടും അല്ലെ, ഇപ്പോഴും നമ്മള് പേടിക്കും. അതുകൊണ്ടാണ് ഈ പകർക്കാലം പരിശുദ്ധാത്മ പറയാൻ, നിങ്ങൾ ഇങ്ങനെ വീർക്കലാകുവാൻ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോ അവര് യേശു കർത്താവിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ല, അവർ പ്രോപ്പറായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്നാൽ നമ്മളും അതുപോലെ ജീവിക്കുന്നെങ്കിൽ എന്തുവാ വ്യത്യാസം അല്ലേ? നമുക്കും അവർക്കും എന്തുവാണ് വ്യത്യാസം? അവർക്ക് ആ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാർക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോ സ്വതന്ത്രം അതുകൊണ്ട് എന്ത് ചെയ്തു, അവര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അവര് പേടിച്ച് ഭയന്നു പോയി, ഭീരുക്കളായി തീർന്നു. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്, ഞങ്ങൾ ശക്തിപ്പെട്ടവരാണ്, വചനജ്ഞാനം ഉള്ളവരാണ്, യേശു കർത്താവ് ആരാണുള്ള വളരെ വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ചവരാണ്. എല്ലാം ഉണ്ടായിട്ടും അല്ലേ, എല്ലാം ഉണ്ടായിട്ടും പിന്നെയും നമ്മള് സ്വതന്ത്രം വളരെ അങ്ങതുപോലെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ സ്വതന്ത്രം നമ്മുടെ വിശ്വാസം ഏത് ലെവലിലാണ് ഈ പകർക്കാലം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഭയം നമ്മുടെ ഹൃദയത്തിൽ കയറി വരുമ്പോൾ ഇല്ലാണല്ലേ കയറി വരുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ അഹങ്കാരം കയറി വരുന്നത് പോലെ അല്ലേ, ആരെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പട്ടിന് ഒരു അഹങ്കാരം കയറി വരുന്നത് അത് നോർമലാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് അത് എന്ത് ചെയ്യും, അത് കയറി വരും. എന്നാൽ അത് വെച്ചുകൊണ്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാനല്ല, ആ ക്ഷണം തന്നെ എന്ത് ചെയ്യും, ആ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രൈസ് ഗോഡ് ഇങ്ങനെ ചിന്തമാണ് ചിന്ത ചെയ്തു. ഇതുപോലെ ഞാൻ അങ്ങയുടെ മഹത്വത്തെ എടുക്കുവാൻ തക്കവണ്ണം എന്റെ മനസ്സിനകത്ത് ഒരു ചിന്ത കേറി കർത്താവേ, അത് ഞാൻ ചിന്തിച്ചതാണോ ഇല്ലെങ്കിൽ ദുഷ്ട പിശാച് കൊണ്ടുവന്ന് ഇട്ടതാണോ എനിക്ക് അറിയത്തില്ല, എന്നാൽ എന്നെ ദയവായി ക്ഷമിക്കണമേ. ദൈവത്തോട് ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുന്നത് പോലെ ഇതുപോലെ ഭയം കയറി വരുമ്പോൾ എന്ത് ചെയ്യണം, ആ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വന്തം ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ബൈബിളിനകത്ത് ഭയപ്പെടണമെന്ന് എത്ര പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്? 365 ഇല്ലേ? 365 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഭയം കയറി വരുമ്പോൾ ദൈവത്തിന് അറിയാം. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാവരും അത് നോർമലാണ്, അതിനെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട. പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വന്തം ഏത് നിമിഷം ഇതുപോലെ ഭയമോ ഇല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മനസ്സിനകത്ത് വിഷമമോ ഇല്ലെങ്കിൽ കയറി വരുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം, പ്രൈസ് ദി ലോർഡ് സ്വന്തം അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ എല്ലാ ഭയത്തെയും ഭീരുത്വത്തെയും എന്ത് ചെയ്യും, നമ്മള് നീക്കിക്കളഞ്ഞു. ദൈവമേ, അങ്ങ് എന്നോട് കൂടെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നപ്പ അങ്ങ് ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് അങ്ങിൽ ഞാൻ ധൈര്യപ്പെടുന്നു, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ദുഷ്ട പിശാച് കൊണ്ടുവന്ന് ഇട്ട ആ ഭയവും ആ ഭീരുത്വവും എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിനകത്ത് പോവുകയും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ ധൈര്യപ്പെടുത്തും. പരിശുദ്ധാത്മാ ധൈര്യത്തിന്റെ ആത്മാവാണ്, ദുഷ്ടന്റെ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവാണ്. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഭീരുത്വം കയറി വരുമ്പോൾ അത് ദൈവം കൊടുത്തതല്ല, അത് ആര് കൊടുത്തതാണ്? പിശാച് കൊടുത്തത്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അപ്പൊ ആ ക്ഷണം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും എല്ലാ ഭീരുത്വവും നീങ്ങി ആ ദൈവത്തിന്റെ ആ ധൈര്യത്തിന് ആത്മാവിനാൽ ദൈവം നമ്മെ നിറച്ച് നമ്മെ അഭിഷേകം ചെയ്യുവാനാണ് ദൈവജനമേ. അപ്പോ സ്വന്തം അപ്പൊ അതുകൊണ്ട് ഈ ദിവസം എന്തായിത്തീരണം, ധൈര്യമുള്ളവരായിത്തീരണം. എല്ലാവർക്കും എന്തുണ്ട്, ചില കഷ്ടതകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, നമുക്കെല്ലാം അറിയാം അല്ലേ. കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യും, നമ്മള് 14 ദിവസം ചെയിൻ ഫാസ്റ്റിംഗ് പ്രേയറില് എല്ലാ വിഷയം വെച്ച് നമ്മള് ശക്തമായി പ്രാർത്ഥിച്ചതാണ്. അതെല്ലാം ദൈവം വിടുതൽ നൽകിയിട്ടുണ്ട്, വിശ്വസിക്കുക. അതെല്ലാം ദൈവം വിടുതൽ നൽകിയിട്ടുണ്ട്, വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാത്രിയാണ് കേട്ടതുപോലെ അല്ലേ, വിശ്വസിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. നമ്മൾ ഇന്ന് പാട്ട് പാടിയതുപോലെ അല്ലേ, യാചിപ്പീൻ എന്നാൽ കിട്ടും. അപ്പൊ നമ്മൾ യാചിച്ചിട്ടുണ്ട് അല്ലേ,
രണ്ടാഴ്ചക്കാലം വളരെ ശക്തമായി എല്ലാ ദൈവമക്കളും പ്രാർത്ഥനാ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ യാചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ? വിടുതൽ ലഭിക്കുന്ന തോറും എന്ത് ചെയ്യും? നമ്മള് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ എന്ത് ചെയ്യും? ആ ദൈവത്തിന് പ്രമാണം നമ്മള് പ്രമാണിച്ചിട്ടുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. യാചിപ്പിനാൽ കിട്ടും. അപ്പൊ യാചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറിന് എന്തുകൊണ്ടായിരിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ് ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആഹാരത്തിനകത്ത് ഉപ്പില്ലെങ്കിൽ അതിനകത്ത് രുചി ഇല്ലാത്തതുപോലെ എന്ത് ചെയ്യുന്നു? അപ്പോ ഈ വിശ്വാസത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ദൈവം തീർച്ചയായിട്ട് മറുപടി നൽകുക തന്നെ ചെയ്യും. തീർച്ചയായും മറുപടി നൽകുക തന്നെ ചെയ്യും ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. स्तोत्रम। महेश भाई 115 का पहला वचन पढ़िए। हे यहोवा हमारी नहीं वरन अपने ही नाम की महिमा अपनी करुणा और सच्चाई के निमित्त कर। हाँ देखा ना, हे यहोवा हमारी नहीं वरन अपने ही नाम की महिमा अपने करुणा और सच्चाई के निमित्त कर। तो इसमें ये जो सामिस यही कह रहा है, प्रेज़ द लॉर्ड, यहोवा सिर्फ आपकी नाम की महिमा होना, हमारा नाम की नहीं। प्रेज़ द लॉर्ड, हमारा नाम की नहीं। अभी हम लोग क्या करते हैं, कभी कभी है ना, हम लोग बोलते हैं परमेश्वर प्रभु की नाम की महिमा, यीशु मसीह की महिमा, ये सब हम लोग बोलते हैं। हमारा जो भी चीज होगा, कुछ विषय के लिए हम प्रार्थना कर रहे हैं या कुछ हम लोग ने कुछ विषय हम लोग ने प्रार्थना किया, उसका ऊपर ठीक है परमेश्वर प्रभु ने जवाब दे दिया। ठीक है, प्रेज़ द लॉर्ड। तो वो टाइम में हम लोग क्या करते हैं, तो ये महिमा परमेश्वर को पूरी तरह नहीं देते, थोड़ा हम लोग भी ले लेते हैं। मैंने ऐसा किया था, भाई प्रार्थना हम लोग तो कर रहे हैं, फिर भी मैं उनके साथ ऐसा बात किया, मैं उनके साथ रिक्वेस्ट किया, ये थोड़ा करके दे दो भाई, है इसलिए उसने कर दिया। तो मतलब क्या है, तो भाई प्रार्थना किया, परमेश्वर भी जवाब दिया, फिर भी मैं ये उनसे बात किया ना, इसलिए ये काम हो गया। समझ गया ना? प्रेज़ द लॉर्ड। तो ऐसा बोलने में क्या होता है, भाई परमेश्वर का महिमा को मैं थोड़ा अपने पास ले रहा हूं, अपना ऊपर ले रहा हूं। या हम लोग ने कुछ वचन हम लोग ने प्रसंग कर दिया, प्रीच कर दिया, ठीक है, या कुछ मैंने एक अपना भाई लोग के लिए प्रार्थना किया, वो उसका तबीयत खराब था, मैं उनके लिए प्रार्थना किया, परमेश्वर प्रभु ने वो प्रार्थना सुन के उनको सौख्य दे दिया। फिर वो भाई आपको कॉल किया, एग्जाम्पल बोल रहा हूं, महेश भाई आपने आके प्रार्थना किया, मेरे को अभी अच्छा हो गया, आपको बहुत धन्यवाद, आप आके मेरे लिए प्रार्थना किए, मैं आपको धन्यवाद करके बोलने के टाइम हम आप बोलेंगे जो चलेगा, ये पूरा परमेश्वर पिता की उनका है कर, उनका महिमा पूरी महिमा उनका है, अगर हम बोलेंगे फिर भी मन का अंदर मैंने प्रार्थना किया इसलिए उनको अच्छा हो। हम ऐसे सोचते हैं ना, हमारे मन में थोड़ा सा रहता है, वो कोई भी इंसान को रहता है। प्रेज़ द लॉर्ड, हालेलुया। तो ऐसा जो आने के टाइम में ये शैतान है ना, वो मन का अंदर डालेगा। वचन में बहुत क्लियर लिखा है, परमेश्वर प्रभु ने अपना महिमा को किसी को नहीं देगा, है ना? ओल्ड टेस्टामेंट में ऐसा एक वचन है, अपना महिमा को किसी को नहीं देगा। इट्स वेरी डेंजरस टू टच हिज ग्लोरी। उनका महिमा को मैं लेना बोलेगा तो परमेश्वर पिता को बिल्कुल वो पसंद नहीं है। प्रेज़ द लॉर्ड। इसलिए ऐसा हमारा मन में आने के टाइम में, मेरा मन में भी ऐसा आया है, प्रेज़ द लॉर्ड, कभी कभी आता है ना? प्रेज़ द लॉर्ड। तो वो आने के टाइम में क्या करना चाहिए, तुरंत हमको परमेश्वर प्रार्थना करना, परमेश्वर प्रभु मेरे को क्षमा करना, ये जो मैं प्रार्थना किया लेकिन आपने सौख्य दिया, मैं नहीं दिया, लेकिन मैं ऐसा सोच लिया कि मेरा प्रार्थना की वजह से ये सौख्य हो गया करके, मैं ऐसा मन का अंदर मैं थोड़ा सोच लिया, प्रभु मेरे को माफ करना, मेरे को क्षमा करना, मेरे को क्लेंस करना प्रभु करके, उसी टाइम हम प्रार्थना कर लेंगे ना, परमेश्वर प्रभु ने हमको क्षमा कर देगा। तभी ये जो भजन संगीत का ऊपर जैसा बोला ना,
हाँ, ये यहोवा हमारी नहीं वरना अपने ही नाम की महिमा, अपने ही नाम की महिमा। तो हमेशा हम कभी परमेश्वर पिता का महिमा कभी भी हमको लेना ही नहीं। ऐसा मन का अंदर हमारा आएगा, हम लोग इंसान है, कोई भी हमको ये करेगा, अप्रिशिएट करेगा, वो कर दिया आपको अच्छा कर दिया, तो वो मन का अंदर हमारा वो आएगा। वो टाइम में हमको क्या करना चाहिए? तुरंत परमेश्वर का प्रार्थना करके मैं पूरी महिमा आपको देता हूँ प्रभु करके हम प्रार्थना कर लेंगे, तो जो महिमा है उनके पास हमको पूरा हम लोग देके हम उसी में परमेश्वर पिता ने हमको अनुग्रह करता है। प्रेज़ द लॉर्ड। तो इसलिए हमको हमेशा परमेश्वर प्रभु को महिमा देना चाहिए। स्तोत्रम। दूसरा वचन पढ़िए। दूसरा, जाति जाति के लोग क्यों कहने पाए उसका परमेश्वर कहाँ रहा? हाँ, देखा ना, जाति जाति के लोग क्यों कहने पाए कि उनका परमेश्वर कहाँ रहा? तो कभी कभी जो जाति लोग बोलते हैं ना, हम लोग वो लोग सबको मालूम है, हम लोग यीशु मसीह का शिष्य लोग हैं, हम लोग ये क्रिश्चियंस है, ये लोग सब उसको मालूम है। तो वो लोग क्या सोचते हैं कि हमारा पास ये कष्ट कुछ भी नहीं रहेगा, हम लोग हमेशा सुकून रहेगा। ऐसा नहीं है, यीशु मसीह ऐसा नहीं बोला। यीशु मसीह यही बोला है जो जॉन 16 में, जॉन 16:33 पढ़िए। जॉन 16:33, जॉन 16:33। हाँ, 33 है ना, ऊपर उड़ा ले। हाँ, मैंने ये बातें तुमसे इसलिए कही है कि तुम्हें मुझसे शांति मिले। संसार में तुम्हें क्लेश होता है। संसार में तुम्हें क्लेश होता है, परंतु ढाढ़स बांधो, मैंने संसार को जीत लिया है। परंतु डर मत पाओ, मैं संसार को जीत लिया है। देखा ना, तो यीशु मसीह ऐसा बोला है क्या तुमको हमेशा सुकून रहेगा, तुम हमेशा शांति रहे? ऐसा नहीं बोला। प्रॉब्लम आएगा लेकिन तुम डरो मत, क्योंकि मैं संसार को जीत लिया है, मैं तुम्हारा साथ हूं। प्रेज़ द लॉर्ड। इसलिए हमारा जो प्रॉब्लम आने के टाइम जाति लोग तो ऐसा बोलता है, लेकिन हमको किसका ऊपर विश्वास रखना चाहिए? यीशु मसीह का ऊपर हमको विश्वास रखना चाहिए, है ना। जो एक टाइम में क्या हुआ था, हम लोग ये इसमें पढ़ रहे हैं ना, हम लोग मार्क में पढ़ रहे हैं, ये मार्कुस में हम लोग पढ़ने के टाइम जो बोट में जाने के टाइम क्या होगा, बहुत बड़ा साइक्लोन हुआ, जो शिष्य लोग पूरा डर गए, थे ना। प्रेज़ द लॉर्ड। वो टाइम में फिर क्या किया, यीशु मसीह ने उसको डांटा था। क्या डांटा? पढ़िए मार्कोस 4:40। और उनसे कहा, क्यों डरते हो? क्यों डरते हो? क्या तुम्हें अब तक विश्वास नहीं? देखा ना, वो बोट में यीशु मसीह भी है, फिर भी ये लोग क्या कर दिया? डर गया, है ना। प्रेज़ द लॉर्ड। तो इसलिए यीशु मसीह कह रहा है, तुम क्यों डरते हो? क्या तुम्हें अब तक विश्वास नहीं? प्रेज़ द लॉर्ड। जो हमेशा ये जो शिष्य लोग रहता था, ऐसा हम लोग भी है ना, हम लोग डर जाते हैं। कुछ प्रॉब्लम आ गया, तबीयत का कुछ ये हो गया, या कुछ हो जाने के टाइम हम लोग भी डर जाते हैं। हम लोग ये नहीं समझते कि यीशु मसीह मेरे साथ में है, यीशु मसीह मेरा हमेशा मेरे पास है। वो हम लोग भी डरने के टाइम यीशु मसीह भी हमको देख के बोलेगा, क्या बोलेगा? क्या तुम्हें अब तक विश्वास नहीं? मेरे को पूछेगा यीशु मसीह। जब मैं डरने के टाइम में यीशु मसीह भी मेरे को ऐसा पूछता है, क्या पूछता है? क्या तुम्हें अब तक विश्वास नहीं है तुमको? हम सबको पूछेगा ना। तो इसलिए हम लोग क्या करना चाहिए? प्रेज़ द लॉर्ड। यीशु मसीह हमेशा मेरे साथ में है, मेरा घर में है, मेरा जिंदगी में है, मेरा फैमिली में है करके हमको हमेशा उनका ऊपर विश्वास रखे, हम उनका ऊपर, प्रेज़ द लॉर्ड, हम जो सिचुएशन को देख के डरने वाला नहीं होना चाहिए। मैं हमेशा यीशु मसीह मेरा साथ करके हम उनका ऊपर विश्वास रखे, हम प्रार्थना करेंगे तो प्रेज़ द लॉर्ड, जो भी इश्यू है उसमें से हमको छुटकारा दे देगा। प्रेज़ द लॉर्ड। उसमें से छुटकारा हमको
दे देगा. സ്തോത്രം. Praise the Lord. വായിച്ചാട്ടെ സംഗീതത്തിന് 115 12-ാം വാക്യം വായിച്ചു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. Praise the Lord. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. കണ്ടോ, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ എന്നെയും അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ ആരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. Praise the Lord. യഹോവ നമ്മെ ഓർത്തിരിക്കും. Praise the Lord. സ്തോത്രം. ആളുകളെ നമ്മളെല്ലാരും ഓർക്കുന്നുണ്ടോ? Praise the Lord. മാത്യുസ്വരൊക്കെ ഓർക്കുമോ സിസ്റ്റർ? Praise the Lord. ഓർക്കാറുണ്ടോ? Praise the Lord. അപ്പോ Praise the Lord. അപ്പൊ നമ്മൾ എപ്പോഴും ഭാര്യ ഭർത്താവിനെ ഓർക്കുന്നില്ല, എപ്പോഴും ഭർത്താവ് ഭാര്യനെ ഓർക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കും. എത്ര ഭാഗ്യവാന്മാരല്ലേ? Praise the Lord. ലോകത്തിൽ ആരും നമ്മെ ഓർത്തില്ലെങ്കിലും, ആരും നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ എപ്പോഴും ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഓർക്കുന്ന സ്വോത്രം നമ്മൾ എത്ര ഭാഗ്യവാന്മാർ இல்ல ஜான்சன் ப்ரதர். தமிழ் எப்படி போட்டு வாசிக்காமோ? தமிழ்ல 12ஆம் வசனம், கர்த்தர் நம்மை நினைத்திருக்கிறார், அவர் ஆசீர்வதிப்பார், இஸ்ரவேல் குடும்பத்தாரை ஆசீர்வதிப்பார், அவர் ஆரோன் குடும்பத்தாரை ஆசீர்வதிப்பார். அவர் நம்மை நினைத்திருக்கிறார். பாருங்க, நம்ம நினைக்கிறாரு. அவர் நம்ம நினைக்கிறது நம்ம யாருங்க? ஒண்ணுமே கிடையாது. Praise the Lord. அப்போ இவ்வளவு சர்வ வல்லமையுள்ள தேவன் வசனங்கள் போட்டுட்டு அவர் நம்மை நினைத்திருக்கிறார். நம்ம எவ்வளவு பெரிய ஆசீர்வதிக்கப்பட்ட ஜனம் இல்லையா? நம்ம எவ்வளவு பெரிய ஆசீர்வதிக்கப்பட்ட ஜனம். அப்போ நம்ம ஒரு ஆள் நினைக்கிறாங்க அப்படின்னா என்ன பண்ணுவாங்க? அப்போ அவங்க நம்ம கடந்து போகிற அந்த சூழ்நிலையில இருக்கிற அந்த பிரச்சனைகளை அவர் விடுதலை பண்ணாம இருப்பாரா? கண்டிப்பா கொடுப்பார் இல்லையா? நம்மைய பத்தி நினைக்கல அப்படின்னா நம்ம என்ன பிரச்சனை கடந்து போறோம்னு அவருக்கு தெரியவும் வாய்ப்பு இல்லை. அப்படிதானே பிரதர்? அப்ப என்னையே நினைக்கிறாரு அப்படின்னா அப்ப அவர் கண்டிப்பாக தெரியும், நான் இப்ப கடந்து போகிற இந்த சூழ்நிலை எப்படின்னு சொல்லி அவருக்கு நன்றாக தெரியும் இல்லையா? ஜான்சன் பிரதர் எக்ஸிட் பேப்பர் வாங்கி உட்கார்ந்துட்டு இருக்கப்ப ஆண்டவர் சொல்றாரு, உங்களை நினைக்கிறார் ஆண்டவர். Praise the Lord. அப்போ நீங்க கடந்து போகிற சூழ்நிலையை அவர் அறிந்திருக்கிறார். இந்த சூழ்நிலையில இதுல இருந்து எப்படி உங்களை வெளியில கொண்டு வரணும், இதுக்கப்புறம் உங்களோட வாழ்க்கையில அவர் வச்சிருக்கிற பிளான் என்ன அப்படின்னு அவருக்கு நன்றாக தெரியும். அதனால என்ன பண்ணக்கூடாது? பயப்படக்கூடாது. அவர் மேல என்ன பண்ணும்? விசுவாசத்தோட இருக்கணும். அவர் மேல விசுவாசத்தோட இருக்கணும். நீங்க தைரியப்படுங்கள் இல்லையா? திடன் கொள்ளுங்கள் அப்படிதான் வசனம் போட்டுருந்துச்சு. இங்க உலகத்துல உங்களுக்கு கஷ்டம் உண்டு, ஆனாலும் திடன் கொள்ளுங்கள், நான் உலகத்தை ஜெயித்திருக்கிறேன். நான் உலகத்தை ஜெயிச்சிருக்கேன், திடன் கொள்ளுங்கள் இல்லையா? அப்போ நம்மை நினைக்கிற அந்த தேவனுடைய ஆசீர்வதிக்கப்பட்ட மக்கள் தான் நம்ம இல்லையா? அப்போ எவ்வளவு பெரிய ஒரு ஆசீர்வாதம் நமக்கு ஆண்டவர் கொடுத்துருக்கார். அதனால கர்த்தர் நினைத்து இருக்கிறார், அவர் ஆசீர்வதிப்பார். உங்களை நினைச்சிருக்கிறாரு, அப்ப ஆசீர்வதிக்காம விடுவார் ஆண்டவர்? நிச்சயமாக ஆசீர்வதிப்பார், நிச்சயமாக அவர் ஆசீர்வதிப்பார் இல்லையே? பிரைஸ் தி லார்ட். அப்போ நம்ம வாட்ச் கேட்ட போல தெய்வம் யெகோவா நம்மை என்ன ഓർത്തിരിക്കുന്നു. അപ്പൊ നമ്മെ ഓർത്തിരിക്കുമ്പോൾ ദൈവം നമ്മൾ കടന്നു പോകുന്ന പ്രയാസം ദൈവത്തിന് അറിയാം ഇല്ലേ വെച്ചാ? അപ്പോ നമ്മൾ കടന്നു പോകുന്ന പ്രയാസം ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നമ്മൾ ഓർക്കാത്ത ദൈവമെങ്കിൽ, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ജീവനില്ലാത്ത ദൈവമെങ്കിൽ നമ്മെ ഓർക്കാനും കഴിയത്തില്ല ആ വിഗ്രഹത്തിന്, ആ ജീവനില്ലാത്ത ദൈവത്തിന്. പിന്നെ നമ്മുടെ ആവശ്യങ്ങളും അതിനറിയത്തില്ല, അതിന് ചെയ്തു തരാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനല്ല, നമ്മെ ഓർക്കുന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ജീവനുള്ള, നമ്മെ ഓർക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളെ അറിയുന്ന സ്വന്തം ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോ ആ ദൈവം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ തള്ളിക്കളയുമല്ല പറഞ്ഞത്, അവൻ ചിലപ്പാണ് അനുഗ്രഹിക്കും എന്നല്ല പറഞ്ഞത്, ഇല്ല ചിലപ്പോ ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും എന്നല്ല പറഞ്ഞത്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അപ്പൊ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്.
നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പൊ അതിൽ നമ്മൾ വിശ്വസിക്കണം. എന്റെ സാഹചര്യത്തെ വളരെ വ്യക്തമായി എന്നെ സ്വന്തം അറിയുന്ന, എന്നെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നല്ല ദൈവമാണ് എന്റെ ദൈവം. അവൻ ജീവനുള്ളവനാണ്. അവൻ മരിച്ച ദൈവമല്ല, ജീവനില്ലാത്ത ദൈവമല്ല. അവൻ ജീവനുള്ള ദൈവം, എന്നെ എപ്പോഴും ഓർക്കുന്ന ദൈവം, എന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം. അവൻ എന്നെ അനുഗ്രഹിക്കും. അവൻ എന്നെ അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ഇതുപോലെ ചില സാഹചര്യം കടന്നു പോകുമ്പോൾ ഈ ശിഷ്യന്മാർ പേടിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭയം കയറി വന്നാൽ അത് ആ നിമിഷം തന്നെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവനമേ അനുഗ്രഹിക്കുവാനാണ്. ദൈവനമേ അനുഗ്രഹിക്കുവാനാണ്. അത് നമ്മൾ എന്നെ ഈ ദിവസങ്ങൾ വിശ്വസിക്കുന്ന ദൈവജനമേ, ഈ ദിവസങ്ങൾ അതിൽ വിശ്വസിക്കുമ്പോഴാണ് എന്ത് ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസമാണ്. വിശ്വാസം കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇതിൽ വായിക്കുന്നത് പോലെ വായിച്ച ഒരു വാക്യം മാർക്കോസ് 9-ാം അധ്യായം 17 മുതൽ വായിച്ചേ. 17 മുതൽ 23 വരെ വായിച്ചേ. അതിനെ പുരുഷാരത്തിൽ ഒരുത്തൻ, ഒരു ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പോക്കും. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് നുരച്ചിരുന്നു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീരും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവനെ സകലവും കഴിയും എന്ന് പറഞ്ഞു. എന്താ മറുപടി എന്താ പറഞ്ഞേ? യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും. സ്വതന്ത്രം. അപ്പോ ഇവിടെ യേശു കർത്താവിന്റെ വിശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടത്തെ ഈ ഭൂതത്തെ എനക്ക് പുറത്താക്കാൻ പറ്റുവാണ് യേശു കർത്താവ് പറഞ്ഞത്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, എന്താണ് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് കഴിയും. അതാണ് നമ്മൾ വായിച്ചത് അല്ലേ? വായിച്ച ആ വാക്യം വീണ്ടും 23-ാം വാക്യം മാത്രം. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവനക്ക് സകലവും കഴിയും. വിശ്വസിക്കുന്നവനക്ക് സകലവും കഴിയും. അപ്പോ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, എനക്ക് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമല്ല, എനക്ക് ഇവിടെ സൗഖ്യമാക്കാൻ കഴിയും. എന്നാൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അതവിടെ നടക്കത്തുള്ളൂ. എത്ര പ്രാർത്ഥിച്ചാലും വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന് കൈ കട്ടിയിടുന്നതിന് തുല്യമാണ്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൈ എന്ത് ചെയ്യുക? കട്ടിയിടുന്നതിന് തുല്യമാണ്. ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോൾ ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമ്മൾ വചനം വായിക്കുന്നു, ദൈവത്താൽ കഴിയാത്ത കാര്യം ഒന്നുമില്ല അല്ലേ? ദൈവത്തിന് എല്ലാം കഴിയും. അങ്ങനല്ലേ? വേറെ ആരെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ആരെങ്കിലും എന്നാൽ സകലതും കഴിയുമെന്ന് പറയാൻ പറ്റുമോ? പറ്റും. അതാണ് ഈ വചനം വായിച്ചത്. വിശ്വസിക്കുന്നവർക്ക് എല്ലാം കഴിയും. രണ്ടാമത്തെ ആളാണ്.
യേശു കർത്താവിന് ശേഷം വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. Praise the Lord. എത്ര വലിയ പൊസിഷനാണ് ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നത്. Praise the Lord. എന്നാൽ ഈ കേവലം ഈ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. Praise the Lord. ദൈവം അത്രയും വലിയ അതോറിറ്റി പ്രിവിലേജ് കൊടുത്തിരിക്കുക. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് നീ സകലതും കഴിയും. Praise the Lord. എന്റെ മേലുള്ള വിശ്വാസമല്ല, എന്റെ വിശുദ്ധിയിലുള്ള വിശ്വാസമല്ല, എന്റെ നീതിയിലുള്ള വിശ്വാസമല്ല, എന്റെ വചനജ്ഞാനത്തിലുള്ള വിശ്വാസമല്ല, എന്റെ കർത്താവാകിയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എന്ത് ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ സകലതും കഴിയും. Praise the Lord. Thank you Jesus. இல்லையா, எவ்வளவு பெரிய ஆசீர்வாதம் பிரதர். இந்த 23ஆம் வசனம் வாசிங்க பாப்போம். இயேசு அவனை நோக்கி, இப்படி வாசிக்கிறோம். மார்க் 9ஆம் அதிகாரம் 23ஆம் வசனத்துல இயேசு அவனை நோக்கி, நீ விசுவாசிக்க கூடுமானால் ஆகும், விசுவாசிக்கிறவனுக்கு எல்லாம் கூடும். பாத்தீங்களா, விசுவாசிக்கிறவனுக்கு எல்லாம் கூடும். ஆண்டவரால கூடாத காரியம் ஒன்றும் கிடையாது, நமக்கு எல்லாருக்கும் தெரியும் இல்லையா. நம்ம ஆண்டவரை மட்டும் தான் அழைச்சிட்டு இருக்கோம் இல்லையா. ஆண்டவர் நமக்கு வேற ஒரு வலிய ஒரு பிரிவிலேஜ் கொடுத்திருக்காங்க, வலிய ஒரு பொசிஷன் கொடுத்திருக்காங்க. என்ன பொசிஷன் அது? நமக்கும் எல்லாம் செய்ய முடியும் எப்போ விசுவாசம் இருந்துச்சுன்னா. அதான் நம்ம மனிதன் விசுவாசிக்க கூடுமானால் எல்லாம். திருப்பி வாசிங்க தமிழ்ல. இயேசு அவனை நோக்கி, நீர் விசுவாசிக்க கூடுமானால் கொஞ்சம் பெரிய பைபிள் வாங்க சண்முகம், அடுத்த சம்பளத்துல ஒரு பெரிய பைபிள் வாங்க. விசுவாசிக்கிறவனுக்கு எல்லாம் கூடும். எல்லாம் கூடும். விசுவாசிக்கிறவனுக்கு சிறிய காரியம் கூடும் போட்டிருக்கா. இங்கிலீஷ்ல என்ன எழுதிருக்கீங்க கேட்கா. Everything is possible for the one who believes. Everything எழுதிருக்கீங்க. anything ஆனா everything ஆனா everything is possible for whom? those who believes. இப்போ விசுவாசிக்கிறவனுக்கு எல்லாம் கூடும் பிரதர் ஜான்சன் பிரதர். விசுவாசிச்சீங்கன்னா எல்லாம் கூடும். Praise the Lord. எக்ஸிட்ட பத்தி ஒன்றும் கவலைப்படாதீங்க. Praise the Lord. இப்போ கவலை இருக்காது, ஊருக்கு போனதுக்கு அப்புறம் கொஞ்சம் கவலை வரும். ஒரு 6 மாசம் ஆனதுக்கு அப்புறம் கொஞ்சம் இந்த பெனிஃபிட் எல்லாம் இருந்துச்சுன்னா ஐயா அடுத்து என்ன பண்ணணும், அதனால இப்பயே ஜெபிக்கணும். ஆண்டவரே எனக்கு தெரியாது, உங்களோட பிளான் என்ன, உங்களோட சித்தம் என்ன எனக்கு தெரியப்படுத்துங்க ஆண்டவரே. என்னோட புத்தியில எனக்கு என்ன நமக்கு தெரியாது, எனக்கும் தெரியாது, எனக்கு ஆண்டவர் என்ன முன்னாடி என்னென்ன பிளான்லாம் வச்சிருக்காருன்னு தெரியாது இல்லையா. அப்ப நம்ம ஜெபிச்சுக்கிட்டே இருக்கணும். அப்ப ஆண்டவர் என்ன பண்ணுவாங்க, அந்த பாதையில நம்மள வழி நடத்திட்டே இருப்பாங்க. உங்களை குறித்ததாக ஆண்டவரோட சித்தம் இருக்கு பாத்தீங்களா, அதுல வழி நடத்தணும் அப்படின்னா நீங்க ஜெபிக்கணும், விசுவாசத்தோடு ஜெபிக்கணும். விசுவாசிக்கிறவனுக்கு எல்லாம் கூடும். பாத்தீங்களா, விசுவாசம் எல்லாம் கூடும். அப்ப விசுவாசத்தோடு ஜெபிக்கும் பொழுது என்ன பண்ணுவாங்க, ஆண்டவர் உங்களை ஆசீர்வதிப்பாங்க இல்லையா. ஆண்டவர்களை ஆசீர்வதிப்பாங்க. அதான் நம்மள வாசித்தோம் இல்லையா. பிரைஸ் தி லார்ட். என்ன வாசித்தோம் சங்கீதத்துல, யெகோவா நம்மை நினைத்திருக்கிறார், அவர் ஆசீர்வதிப்பார் இல்லையா. பிரைஸ். அப்ப அதனால பிரச்சனைகள் நடுவில் கடந்து போனாலும் என்ன பண்ணக்கூடாது, அதை கண்டு பயப்படாதபடிக்கு என்னை எப்போது நினைத்திருக்கிற ஒரு தேவன் இருக்கிறாரு, என்னை நினைத்திருக்கிற ஒரு ஆண்டவர் இருக்கிறாரு, அவர் என்ன பண்ணுவாரு, நிச்சயமாக அவர் ஆசீர்வதிப்பார். விசுவாசிக்கிறவனுக்கு எல்லாம் கூடும்னு நம்ம வசனத்துல வாசித்தது போல என்ன பண்ணுவாங்க ஆண்டவர் என்ன, பிரைஸ் தி லார்ட், என்ன நிச்சயமாக நான் ஜெபிக்கிற அந்த ஜெபத்துக்கு, விசுவாசத்தோடு ஜெபிக்கிற இந்த ஜெபத்துக்கு என்ன பண்ணுவாங்க ஆண்டவர் நிச்சயமாக எனக்கு பதில் தந்து என்ன ஆசீர்வதிக்கிற நல்ல தேவன் தான் என்னுடைய தேவன் அப்படின்னு என்ன பண்ணுவாங்க நாட்களிலும் கூட விசுவாசத்தோடு நம்ம ஜெபிச்சோம் அப்படின்னா என்ன பண்ணுவாங்க ஆண்டவர் நம்ம ஆசீர்வதிச்சு வழி நடத்துவாங்க. பிரைஸ் தி லார்ட் இல்லையா. அப்போ அதுകൊണ്ട് சோதரன் நம்மளுடைய ദിവസങ്ങളെ നമ്മുടെ കടന്നു പോകുന്ന പ്രയാസങ്ങളെ കണ്ട് എന്ത് ചെയ്യരുത്, നമ്മള് പേടിച്ചു പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുന്ന വായിച്ചു കേട്ടപ്പോൾ വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും അല്ലേ. വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഒരു വിശ്വാസത്താൽ നിറയപ്പെട്ട ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവമേ അനുഗ്രഹിച്ചമേ വഴി നടത്തുവാനിടയാക ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
നല്ല ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 13-ാം വാക്യം. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നു. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. Praise the Lord. Hallelujah. അപ്പൊ എന്ത് ആരെ അനുഗ്രഹിക്കും? യഹോവ ഭക്തന്മാരായ, അല്ലേ, ദൈവത്തിന് ഭയപ്പെടുന്നവർ. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 3-ാം വാക്യം വരെ. യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 3 വാക്യം. കാൺമേ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവൻ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശയുള്ളവൻ? യേശു കർത്താവിന്റെ വരവിൽ ഞാനും അവനെ ഇപ്പോൾ ആകും, ഞാൻ അവന്റെ കൂടെ പോകുന്നില്ല. ആ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലരായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അല്ലെ, പ്രൈസ് ദി ലോർഡ്. നമ്മെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. അപ്പോ ഈ ദിവസങ്ങളില് ഇവിടെ നമ്മള് സംഗീതത്തിൽ വായിച്ച് കേട്ടതുപോലെ അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അപ്പൊ യഹോവ ഭക്തന്മാരെന്ന് പറയുമ്പോൾ, ആ ദൈവത്തിന്റെ ഭക്തന്മാരെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ്? പ്രൈസ് ദി ലോർഡ്. സ്വന്തം ദൈവത്തിന് ഭയപ്പെടുന്ന, ഇല്ല പേടിച്ച് ഇങ്ങനെ ഈ സ്വന്തം ഈ വരയ്ക്കുന്ന അങ്ങനല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാരെന്ന് പറയുമ്പോൾ എന്തുവാണ്? സ്വന്തം ദൈവത്തിന് പ്രസാദമില്ലാതെ ഏത് കാര്യം ചെയ്തു പോയാലും അതില് ഭയപ്പെടുന്ന ഒരു അനുഭവം. അത് പാപം ചെയ്തു പോയില്ലോ കർത്താവേ പറഞ്ഞ് ഭയപ്പെടുന്ന ഒരു അനുഭവം. ഈ പാപം ചെയ്തതുകൊണ്ട് വലിയ സ്വന്തം എപ്പോഴും ചെയ്യുന്നതാണ് പറഞ്ഞിട്ട് ഈ പാപത്തിൽ യാതൊരു സ്വന്തം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയോ ഇല്ലെങ്കിൽ അതിന് ഭയപ്പെടാതെയോ ജീവിക്കുന്ന ഒരു അനുഭവമല്ല ഇത്. സ്വന്തം വായിച്ച് കേട്ടതുപോലെ പ്രൈസ് മൂന്നാം വാക്യം ഇന്നലെ വായിച്ചത്. അവൻ വായിച്ച വീണ്ടും 3-ാം വാക്യം. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അല്ലെ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ദിവസങ്ങളില് സ്വന്തം ദൈവത്തിന് പ്രസാദമില്ലാതെ ഒരു കാര്യത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ വണ്ണം, പാപത്തിൽ വീണു പോകാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് യഹോവ ഭക്തന്മാരായി ജീവിച്ചുകൊണ്ട് നമ്മൾ വായിച്ച് കേട്ടതുപോലെ എല്ലാ ദിവസവും നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒவ்வொரு ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നെങ്കിൽ മാത്രമേ യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് സ്വതന്ത്രം ഹല്ലേലൂയ ഈ വാണത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും അവിടെ ചേരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്തുമാത്രം നമ്മള് യഹോവ ഭക്തന്മാരായില്ലേ സ്വതന്ത്രം നമ്മള് ജീവിക്കുന്ന പാവം നമ്മുടെ ജീവിതത്തിൽ സംബന്ധിച്ചാൽ അതിന് പേടിക്കുന്നവരായി തീരണം. പാപം ചെയ്യുവാൻ പേടിക്കുന്നവരായി തീരണം. ദൈവത്തിന് ഹിതമല്ലാതെ ഏത് വിഷയമോ പ്രൈസ് ദി ലോർഡ് സംസാരിക്കുന്നതോ ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതോ ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എന്തെങ്കിലും ദിവസങ്ങള് പേടിക്കുന്നവരായി തീരണം. പിന്നെ പഴയ നിമിത്തം അതെല്ലാം ഉണ്ടായിരുന്നു. ആ ദൈവ സ്വതന്ത്രം ഇസ്രായേൽ ജനത്തിന് എന്തുകൊണ്ടാ? അവര് ഏതെങ്കിലും പാപം ചെയ്താൽ എന്ത് വേണം? ഒരു ആടിനെ കൊണ്ടുപോയി യാഗം കഴിക്കും. അപ്പൊ അതിന് എന്ത് വേണം? പൈസ വേണം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായിരുന്നു. വായിച്ച ലേവ്യ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 29 വായിച്ചാൽ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 29 വരെ. ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്തതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു
കുറ്റക്കാരനായി തീർന്നാൽ കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ പാവമാണ് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം ഗുണമില്ലാത്ത ഒരു പെൺ കോലാടിനെ ഗുണമില്ലാത്ത ഒരു പെൺ കോലാടിനെ വഴിപാടായി കൊണ്ടുവരണം കൊണ്ടുവരണം. പാപയാഗ മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് വെച്ച് പാപയാഗ മൃഗത്തെ അറക്കണം. മതി. ഇല്ലേ? അപ്പോ എന്തുണ്ടായിരുന്നു? പാവം ചെയ്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പെൺ കോലാടിനെ കൊണ്ടുപോയി അവിടെ വഴിപാടായി കൊണ്ടുവന്ന് അവിടെ യാഗം കഴിപ്പിക്കണം. അതുകൊണ്ട് എന്തുണ്ടായിരുന്നു? അവർക്ക് പേടി ഉണ്ടായിരുന്നു. പാപം ചെയ്യാൻ പേടി ഉണ്ടായിരുന്നു. ദൈവത്തിന് ഹിതമല്ലാതെ ചെയ്യുവാൻ അവർക്ക് പേടി, ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ എന്തുവാണ്? നമ്മള് കൃപായുഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ എന്തുണ്ട് നമുക്ക്? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ രക്തമുണ്ട്. യേശു കർത്താവിന്റെ രക്തമുള്ളത് കൊണ്ട് എന്ത് ചെയ്താലും എന്ത് ചെയ്യും? പിന്നെ അവിടെ പോയി ദൈവമേ അങ്ങനെ യേശു പരിശുദ്ധനെ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര പ്രാവശ്യം വിശുദ്ധീകരിക്കണം നമുക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. പൂർണ്ണ മാനസാന്തരത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും എത്ര മഹാപാപമെങ്കിലും ദൈവം എന്ത് ചെയ്യും? കഴുകി വിശുദ്ധീകരിക്കും. ദേഷ്യപ്പെടുക, വഴക്കിടുക, ശണ്ടയിടുക, പിന്നെ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുക. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വഴക്കാണ്, വീണ്ടും ശണ്ടയാണ്, വീണ്ടും ആവശ്യമില്ലാതെ കാണുകയാണ്, ആവശ്യമില്ലാതെ നോക്കുകയാണ്, പിന്നെ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിന്നെ 2 ദിവസം, പിന്നെ വീണ്ടും. ഇത് ഇങ്ങനെ ഒരു ചെയിൻ സൈക്കിൾ പോലെ ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം എത്രത്തോളം ക്ഷമിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവജനമേ, ദൈവത്തിന്റെ കരുണ ഉണ്ടെങ്കിൽ ക്ഷമിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ഡയറക്റ്റ് നിത്യ നരകത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം ഈ യേശു കർത്താവിന്റെ രക്തം നമ്മുടെ വചനത്തിൽ വായിച്ചേ. ഈ എബ്രായർ 10:29 വായിച്ചേ. എബ്രായർ 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. കണ്ടോ? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ഇതാണ് നമ്മൾ വിചാരിക്കുമോ ഇതെല്ലാം വലിയ വേറെ ആർക്കായത് നമുക്ക് ഉള്ളതല്ലാണ്ട് എന്തെങ്കിലും ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ വീണ്ടും സെയിം സിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, എപ്പോഴും വഴക്കാണ്, എപ്പോഴും അസൂയയാണ്, എപ്പോഴും എന്തുവാണ്? ഇതുപോലത്തെ ആവശ്യമില്ലാതെ മനസ്സിനകത്ത് കയ്പാണ്. ഇതുപോലെ സ്വതന്ത്രം ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എഴുതപ്പെട്ടിരിക്കുന്ന ആ പാപം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കുകയും ദൈവത്തോട് പോയി ക്ഷമ ചോദിക്കുക, എന്നെ ക്ഷമിക്കണമേ, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, പിന്നെ വീണ്ടും പോവുക, വീണ്ടും അത് തന്നെ ചെയ്യുക. അല്ലേ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും പോയി പ്രാർത്ഥിക്കുക. എങ്ങനെ ചെയ്യുന്നവർക്കുള്ള വചനമാണിത്. അല്ലേ? പ്രൈസ്. ഇങ്ങനെ ചെയ്യുന്ന എന്ത് ചെയ്യുന്നില്ല, ഭയമില്ല. അല്ലേ? ആ വാക്യം വീണ്ടും വായിച്ചാട്ടെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അപ്പോ ഈ ദിവസങ്ങള് എന്തുമാത്രം നമ്മുടെ പാപത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഈ ദിവസങ്ങളില് സ്വതന്ത്രം ആളിയ ഭയത്തോടെ നമ്മൾ ജീവിക്കുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഭയത്തോടെ ജീവിക്കുന്നത് നമുക്ക് ശോധന ചെയ്യാവൂ. അങ്ങനെ സ്വതന്ത്രം യാതൊരു ഭയമില്ലാതെ എത്ര നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ടാലും വീണ്ടും ആ പാപത്തിൽ അകപ്പെടുന്നെങ്കിൽ വീണ്ടും പകയും ശണ്ടയും ക്രോധവും ലോകത്തിന്റെ മോഹവും ആവശ്യമില്ലാത്തത് കാണുകയും വീട്ടിലെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആവശ്യമില്ലാതെ കാണുകയും
മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇല്ല ജോലിയുടെ സ്ഥലത്തായിരിക്കുമ്പോൾ സ്തോത്രം കള്ളം പറയുകയും പോസ്ക് പറയുകയും ഇതെല്ലാം മനഃപൂർവമായിട്ട് അല്ലേ, മനഃപൂർവമായിട്ട് അറിഞ്ഞതിന് ശേഷം, ഇതെല്ലാം പാപം അറിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ പ്രൈസ് നമ്മൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നെങ്കിൽ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഇത് ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഈ പകൽ സമയം നമ്മൾ വായിച്ച് കേട്ടതുപോലെ പ്രൈസ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നമ്മൾ മലിനമെണ്ണി എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കാലുകളിലേക്ക് ചവിട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് സോദരം എത്ര വലിയ ശിക്ഷ, കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും, കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ തന്നെ പൂർണ്ണ ദേവകരങ്ങൾ ഏൽപ്പിക്കാം, പൂർണ്ണ ദേവകരങ്ങൾ ഏൽപ്പിക്കാം. പാപം ചെയ്യുവാൻ ഭയം ഉണ്ടാകേണ്ടത്, ദൈവത്തിന് ഹിതമല്ലാതെ ചെയ്യുവാൻ ഒരു പേടി ഉണ്ടാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ഭയം വരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപം ചെയ്യുവാൻ നമ്മുടെ കൈകൾ വിറയ്ക്കണം, നമ്മുടെ മനസ്സ് വരയ്ക്കണം, നമ്മുടെ ചിന്താമണ്ഡലം ഭയപ്പെടണം. അവരാണ് ദൈവഭക്തന്മാർ, അവരാണ് ദൈവഭക്തന്മാർ. ആലയത്തിലൊന്ന് അറ്റൻഡ് ചെയ്യുന്നവരല്ല ഭക്തന്മാർ. പാപം ചെയ്യുവാൻ ഭയപ്പെടുന്നവരാണ്, പാപം ചെയ്യുവാൻ ഭയപ്പെടുന്നവരാണ് ഭക്തന്മാർ. യേശു കർത്താവ് രക്തത്തെ മഹത്വമേറിയ ആ വിലയേറിയ രക്തമെടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ യേശു കർത്താവിന്റെ രക്തത്തെ മലിനമായി എന്നുവാണല്ലോ ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ രക്തം നമ്മെ കഴുകി വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവ മക്കളായി തീർന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മൾ എത്ര അധികം അതിന് വിളവെടുക്കണം. പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം, പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവഭയത്തോടെ, ഈ ദിവസങ്ങൾ ദൈവഭയത്തോടെ ദൈവത്തിന് സന്നിധിയിൽ ഓരോ ദിവസം മുന്നേറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം നമ്മളെ തന്നെ ഒരുക്കാം. ദൈവജനമേ, നമ്മളെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം ദൈവഭക്തന്മാരായി തീരേണ്ടതിന്, യഥാർത്ഥമായുള്ള ഒരു ദൈവഭക്തന്മാരായി തീരേണ്ടതിന്, പാപം ചെയ്യുവാൻ പേടിക്കുന്നവരായി തീരേണ്ടതിന്, പാപം ചെയ്യുവാൻ പേടിക്കുന്നവരായി തീരേണ്ടതിന് നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാവോ, നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാവോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മഹേഷ് ഭാई जो साम्स में पढ़िए 12 वचन 12 पढ़िए, 115 में 12. यहोवा ने हमको स्मरण किया है, वो आशीष देगा, वो इस्राएल के घराना को आशीष देगा, वो हारून के घराना के आशीष देगा. हाँ, देखा ना, यहोवा ने हमको स्मरण किया है, वह आशीष देगा. प्रेज़ द लॉर्ड. यहोवा हमको स्मरण करता है हमेशा. हमारा घर वालों को भी हम लोग कभी कभी भूल जाते हैं, हम लोग है ना, है? अपना जो रिलेटिव्स को भूल जाते हैं, अपना फैमिली वालों को हम लोग भूल जाते हैं कभी, है ना. लेकिन इधर लिखा है यहोवा ने हमको स्मरण किया है, वह आशीष देगा. तो जो बंदा हमारा हमको स्मरण करता है तो उनको पता रहता है कि मैं कौन सा मेरा जिंदगी में कुछ प्रॉब्लम है, कुछ इश्यूज है, कुछ जो भी होगा तो उसको पता रहता है ना. प्रेज़ द लॉर्ड. जो मेरे बारे में जानता है या मेरे बारे में ख्याल रखता है, उसको मालूम रहता है कि मैं किसी कौन सा ये सिचुएशन में मैं जा रहा हूं करके उनको पता रहता है. तो हमारे जिंदगी में जो भी ऐसा प्रॉब्लम का बीच में हम लोग चल रहे हैं, समझ लीजिए, तो ऐसा टाइम में हमको ये वचन यही कह रहा है, यहोवा ने हमको स्मरण किया है, वह आशीष देगा. तो हमारा मेरे को जो स्मरण करता है, जो परमेश्वर पिता उसको जो मेरे को स्मरण करता है, उसको हम पक्का मालूम रहता है कि मेरा जिंदगी में क्या प्रॉब्लम है. अभी
कौन सा प्रॉब्लम का बीच में मैं अभी जा रहा हूं करके जो मेरे को स्मरण करता है, जो परमेश्वर पिता उनको अच्छा से मालूम रहता है ना, प्रेज लॉर्ड। इसलिए वो जो भी इश्यूज है उसमें से मेरे को छुटकारा देगा। और ये वचन में यही लिखा है कि वह आशीष देगा, वह आशीष देगा। जो भी प्रॉब्लम है उसमें से मेरे को छुटकारा देके मेरे को आशीष देने वाला जो प्रभु है वही अपना यहोवा। प्रेज लॉर्ड। हम लोग कितना भाग्यवान लोग हैं, है ना? हम लोग कितना भाग्यवान लोग। प्रेज लॉर्ड। हमको जो स्मरण करता बोलेगा तो हम लोग कौन है? हम लोग इतना बड़ा आदमी नहीं है ना? हमको स्मरण करने के लिए हम क्या होते हैं? हम लोग तो कुछ भी नहीं है। तो इतना जो परमेश्वर प्रभु ये पूरी यूनिवर्स को क्रिएट किया, वो परमेश्वर प्रभु बोलता है मैं तुमको स्मरण करता हूं, मैं तुमको स्मरण किया हूं, तुम चिंता मत करो, तुम डरो मत, तुम जो इश्यू है तुम्हारा, जो भी तुम्हारा आवश्यक है वो सब मैं जानता हूं। मैं तुमको उसमें मैं क्या करूंगा? वो प्रॉब्लम का बीच में से मैं तुमको छुटकारा देगा और तुमको मैं आशीष देगा, आशीष देगा। ऐसा मैं छोड़ने वाला नहीं हूं, मैं तुमको स्मरण किया हूं, मैं तुमको आशीष देगा। प्रेज द लॉर्ड। हालेलुया। कितना कितना भाग्य लोग हैं हम लोग। हाउ ब्लेस्ड आर वी। प्रेज द लॉर्ड। इसलिए हम आजकल जो भी हमारा इश्यू रहेगा तो वो टाइम में हमेशा हमको विश्वास होना चाहिए परमेश्वर प्रभु का ऊपर। वो हमेशा मेरा साथ में है, वो हमेशा मेरा साथ में है, वो मेरे को स्मरण किया है। मैं अभी जो जा रहा हूं, जो भी इश्यूज है, जो भी प्रॉब्लम्स है, वो सब वो जानता है, वो सब वो जानता है। वो जरूर मेरे को उसमें से छुटकारा देगा। और सिर्फ छुटकारा नहीं है, वो मेरे को आशीष देगा। वो विश्वास के साथ हम लोग आजकल हम आगे बढ़ेंगे तो जरूर हमको वो क्या करेगा? हमको ब्लेस करके हमको अनुग्रह करेगा। प्रेज द लॉर्ड। स्तोत्रम। हालेलुया। ഈ കേട്ട വചനത്തിന് മുൻപിൽ നമ്മൾ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവജനമേ,